ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ നവരാത്രി സീരീസാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. എൻ്റെ ആക്ച്വലി മൂന്നാമത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. പക്ഷേ എനിക്കിപ്പോഴും നല്ല നെർവസ് ഉണ്ട്. ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് അത്യാവശ്യം എനിക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ എന്തിനും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ എൻ്റെ വീഡിയോ എൻ്റെ ഫ്രണ്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ആൾ ഫോറിനിൽ നിന്ന് ഇന്നാണ് വന്നത്. ഇപ്പോൾ ആൾ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ബ്രഹ്മചാരിണി എന്നുള്ള സങ്കല്പത്തിലാണ് ദേവീനെ ആരാധിക്കുന്നത്. അപ്പോൾ ബ്രഹ്മചാരിണി എന്നുള്ള സങ്കല്പത്തിലുള്ള ദേവിയെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവ്, ബുദ്ധിശക്തി, വിവേകം, അതുപോലെ തന്നെ പവർ കിട്ടും എന്നാണ് പറയുന്നത്. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവിനേക്കാളും വലിയൊരു പവർ ഇല്ലല്ലോ. നമ്മൾ സമ്പത്ത് വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇന്ന് വരും നാളെ പോകും. പക്ഷേ അറിവെന്ന് പറയുന്നതിനൊരു അന്ത്യമില്ലല്ലോ. അപ്പോൾ അതിൽ നല്ല പവർ കിട്ടും, അല്ല അതിൻ്റെ എല്ലാത്തിനും മുകളിൽ എത്താനുള്ള ഒരു ഇതുണ്ടാക്കി തരുമെന്നാണ് പറയാറ്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ യെല്ലോ കളറ് ഡ്രസ്സ് ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഞാൻ യെല്ലോ ഷർട്ട് ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടി കയറേണ്ട സമയമായി. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത ഒരു ലെങ്തി വീഡിയോ രാവിലെ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാമെന്നാണ്. പക്ഷേ ഷൂട്ട് ചെയ്യാനും സമയം കിട്ടിയില്ല. അമ്പലത്തിൽ പോകുന്നത് പോലും എനിക്കിന്ന് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അത്രത്തോളം തിരക്കുണ്ടായി. ഇപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടി, ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ മാമ്പഴമാണ് നമ്മൾ ദേവിക്ക് ഇന്ന് സമർപ്പിക്കുന്നത് ഫ്രൂട്ടിൽ. പിന്നെ കടല വേവിച്ചത്, അതിൻ്റെ അകത്ത് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമല്ലോ. ഇവിടെ തമിഴ്നാട്ടിൽ, ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ സുണ്ടൽ എന്നാണ് അതിന് പറയുന്നത്. അത് ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ഇന്ന്. അപ്പോൾ അത് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ താമരപ്പൂ, മുല്ലപ്പൂ പോലത്തുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ്. ദേവിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓഫ് കോഴ്സ് എപ്പോഴും സ്വീറ്റ്സ് ആണ് കൂടുതലായിട്ട്. നമ്മൾ ഏതൊരു ഫെസ്റ്റിവൽ ആണെങ്കിലും ഹിന്ദു ഫെസ്റ്റിവലിൽ സ്വീറ്റ്സ് ആണ് കൂടുതലായിട്ടും ഈ പ്രസാദങ്ങളുടെ കൂടെ ഉള്ളത്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് വെക്കാൻ നോക്കുക. പിന്നെ ഇന്നത്തെ രാഗം എന്ന് പറയുന്നത് കല്യാണി രാഗമാണ്. അപ്പോൾ പാട്ട് പാടാനൊക്കെ അറിയുന്നവർ വൈകുന്നേരം കല്യാണി രാഗത്തിലുള്ള ദേവി സ്തുതികൾ പാടുക. സിനിമ പാട്ടുകളല്ല, ദേവി കീർത്തനങ്ങളോ സ്തുതികളോ എന്തെങ്കിലുമൊക്കെ ആലപിക്കുന്നതും വളരെയധികം നല്ലതാണ്. പിന്നെ ഇന്നലെ ഞാനിട്ട ഓൺ വോയിസിൻ്റെ ഇതിൽ കുറേ പേര് വന്നിട്ട് പറഞ്ഞിരുന്നു, കമൻറ്റിലല്ല ഡയറക്റ്റ് എന്നോട് പറഞ്ഞിരുന്നു, സൗണ്ട് കുറച്ച് മോശമാണ്, ഓൺ വോയിസ് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, നമ്മളെങ്ങനെ വീഡിയോ എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അല്ലാതെ എന്നെ ഫോൺ വിളിച്ചിട്ട് അവർക്കുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കൊടുത്തു. പക്ഷേ എന്നാലും ബാക്കിയുള്ളവർ കാണുന്നവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ